വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എക്സാമിന് ചോദിക്കുന്നതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബെനിഫിറ്റ് അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കിയത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീന് വിസിബിൾ ആവുന്നുണ്ടല്ലോ. അപ്പൊ ആക്ച്വലി നമ്മുടെ മെസ്സേജിൽ പറഞ്ഞിരുന്നു, മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടല്ലേ, അതില് ആക്ച്വലി ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തിയുണ്ട്. മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയില് ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തിയുണ്ട്. അപ്പൊ അതില് ആക്ച്വലി അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഓരോ എക്സാമും വരുമ്പോഴത്തേക്ക് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ്, പ്രോബബിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നഴ്സിംഗ് മാത്രമല്ല, മിക്കവാറും അതായത് വിളിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റിലേക്കുള്ള പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ അതിൽ ആക്ച്വലി എജ്യൂസ് അക്കാഡമിയുടെ ഭാഗമായിട്ട് ഇപ്രാവശ്യം എനിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പൊ ആക്ച്വലി അത് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി നമ്മൾ അതിൽ പബ്ലിഷ് ചെയ്ത് വരിക. അപ്പൊ ആക്ച്വലി നമുക്ക് എന്താണ് ഇപ്രാവശ്യം ഈ വരുന്ന JPH എക്സാം കൂടാതെ സ്റ്റാഫ് നഴ്സ് എക്സാം, ആ എക്സാംസിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്രാവശ്യം ഈ തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏത് എക്സാമിനും, നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സീരീസ് ആണ്, ഒരു ക്വസ്റ്റ്യൻ സീരീസ് തന്നെയാണ് ഇത് കേട്ടോ. അപ്പം എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. രജീഷ്. ഗുഡ് ഈവനിങ് രജീഷ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ശ്രുതിമോൾ, എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടുഡേ സെഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കും, കൂടാതെ അതിന്റെ ഓപ്ഷൻസ് വായിക്കും, പിന്നെ അതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഡിസ്കഷൻ പോവുക. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ആൻസേഴ്സ്, നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ആൻസേഴ്സ് പറയുക. നമുക്ക് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ welcoming you all to the today's session. Okay, so അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ലോങ്ങർ ദാൻ 35 days ആർ ടേംഡ് അല്ലെ, അതായത് നമ്മുടെ മെൻസുറേഷൻ, നോർമൽ മെൻസുറേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. കൂടാതെ അബ്നോർമൽ മെൻസുറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ അപ്പൊ ഇതിൽ വരിക എന്താണ്, ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ആണ് ലോങ്ങർ ദാൻ 35 days. ഇതിന്റെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അമെനോറിയ, ബി ഡിസ്മെനോറിയ, സി ഒളിഗോമെനോറിയ, ഡി മെനോറേജിയ. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആണ് ലോങ്ങർ ദാൻ 35 days. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, എനിക്ക് സി ഓപ്ഷൻസ് വരുന്നുണ്ട്, കൂടാതെ ഡി ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് സൈക്കിൾ ലെങ്ത് കൂടുതലാണ് ഇവിടെ കേട്ടോ. നോർമൽ ആയിട്ടുള്ള സൈക്കിൾ ലെങ്ത് എത്ര വരിക? നോർമൽ ആയിട്ടുള്ള സൈക്കിൾ ലെങ്ത് വരിക ഒരു 28 days ആണ് നമ്മൾ സാധാരണ പറയുക അല്ലേ. സോ ഇവിടെ ആക്ച്വലി 28 daysനെക്കാളും കൂടി വരുന്നു, അതായത് 35 days വരുന്നു. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, കുറെ പേര് സി പറയുന്നുണ്ട്. യെസ്, ഗായത്രി, ശരണ്യ, ശ്രീലക്ഷ്മി, സജിത, നിമ്മി, യെസ്, ദിവ്യ ഒക്കെ കുറെ പേര് ഡി പറയുന്നുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ സി പറയുന്നു അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും കറക്റ്റ് ആൻസർ. അമൃത ഡി പറയുന്നുണ്ട്, അഭിരാം ഡി പറയുന്നുണ്ട്, ജെറി ഡി പറയുന്നുണ്ട്, രജി സി പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. സോ നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ എന്ന്. സോ ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരിക എന്താണ്? ഒളിഗോമെനോറിയ അല്ലെ. ഒളിഗോമെനോറിയ ആണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? നോർമൽ മെൻസുറേഷൻ നമുക്കറിയാം 28 days സൈക്കിൾ ആണ് വരിക. ഇവിടെ ഇറഗുലർ ആയിട്ടുള്ള മെൻസുറൽ സൈക്കിൾ ആണ് ലോങ്ങർ ദാൻ 35 days അല്ലെ, 35 ദിവസത്തിലും കൂടി പോകുന്നുണ്ട്. അപ്പം അതിന്റെ ടേം എന്താണ്? ഒളിഗോമെനോറിയ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നോർമൽ ആയിട്ട് വരുന്ന ബ്ലഡ് ലോസ് എത്രയാണ്? വിത്ത് ഈച്ച് മെൻസുറൽ സൈക്കിളിൽ നോർമൽ ആയിട്ട് വരുന്ന ബ്ലഡ് ലോസ് എത്രയാ വരിക? യെസ്, 20 to 80 ml ആണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ. 20 to 80 ml ആണ്. ഇതില് ആക്ച്വലി ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? ആദ്യത്തെ 4 to 5 days ആണ് ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുക അല്ലെ. സോ ഇതൊക്കെ എക്സാംസിന് ചോദിക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവാം. കോസസ് ഓഫ് ഒളിഗോമെനോറിയ അല്ലെ, കോസസ് ഓഫ് ഒളിഗോമെനോറിയ. ഒന്നാമതായിട്ട് പറയാം ഒബീസിറ്റി, രണ്ടാമതായിട്ട് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, PCOS അല്ലെങ്കിൽ PCOD എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, പോളി സിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്, കൂടാതെ ഹൈപ്പർ തൈറോയിഡിസം. സോ ഇതൊക്കെ ആക്ച്വലി കോസസ് ഓഫ് ഒളിഗോമെനോറിയ ആണ്. അല്ലെങ്കിൽ ആൻഡ്രോജൻ പ്രൊഡ്യൂസിങ് ഹോർമോൺസ്, പിന്നെ ചില ഡ്രഗ്സ് ചോദിക്കാം കേട്ടോ. ഡ്രഗ്സ് ആയിട്ടുള്ള ഫിനോതയാസൈൻ, ദെൻ സിമറ്റഡിൻ,
മീഥൈൽ ഡോപ്പ, ഇതൊക്കെ ആക്ച്വലി ഒളിഗോമെനോറിയ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡ്രഗ്സ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വേറൊരു ടേം ഉണ്ട്, നിങ്ങൾക്ക് തമ്മിൽ മാറിപ്പോകരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒളിഗോമെനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവം, മെൻസ്ട്രുവേഷൻ 35 ദിവസത്തിൽ കൂടി നിൽക്കും. അപ്പൊ നമ്മളത് എങ്ങനെ ഓർത്തിരിക്കുക? ഒളിഗോമെനോറിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സൈക്കിൾസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ഒളിഗോമെനോറിയ എന്ന് പറയുക. മനസ്സിലായോ? സോ ഈ രീതിയിൽ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഹൈപ്പോമെനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെൻസ്ട്രൽ ബ്ലീഡിംഗ് ദാറ്റ് ഈസ് അൺഡ്യൂലി സ്കാൻറ്റി. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വരുന്ന ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് 20 to 80 ml ആണ് വരിക. സോ ഇത് ആക്ച്വലി വളരെ കുറവായിരിക്കും, ലെസ് ദാൻ 20 ആയിരിക്കും വരിക. ആൻഡ് ആ ബ്ലീഡിങ് ഞാൻ പറഞ്ഞു 4 to 5 days ഉണ്ടാകും എന്ന് പറഞ്ഞു. സോ ആ ബ്ലീഡിങ് ലെസ് ദാൻ 2 days ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതിനാണ് നമ്മൾ ഹൈപ്പോമെനോറിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാറിപ്പോകരുത്, ഒളിഗോമെനോറിയ ഹൈപ്പോമെനോറിയ മാറിപ്പോകരുത്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സ്പീഡിൽ പോകുന്നു സ്ലോയിൽ പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ക്ലിയർ ആകുന്നുണ്ടല്ലോ? നെക്സ്റ്റ് വേറെ ഒരു ടേം ഉണ്ട്, നമ്മുടെ ഓപ്ഷൻ ഡി ആയിരുന്നു. എനിക്കറിയാം ഒത്തിരി പേര് തെറ്റിച്ച ഒരു ഓപ്ഷൻ ആയിരുന്നു അല്ലെ, ഓപ്ഷൻ ഡി ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ മെനോറേജിയ എന്താണ്? മെനോറേജിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, എക്സസീവ് മെൻസ്ട്രുവേഷൻ എന്ന് ഓർക്കുക കേട്ടോ. എക്സസീവ് മെൻസ്ട്രുവേഷൻ അതായത് സൈക്ലിക്കൽ ബ്ലീഡിംഗ് അറ്റ് നോർമൽ ഇന്റർവെൽസ്, അവിടെ ഉണ്ടാകുന്ന ഇന്റർവെൽസ് ഒക്കെ നോർമൽ ആയിരിക്കാം. ദെൻ ദ ബ്ലീഡിംഗ് ഈസ് എയ്തർ എക്സസീവ് ഇൻ അമൗണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു 20 to 80 ml പറഞ്ഞു. ഇവിടെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് 80 ml കൂടുതലായിരിക്കും. ഡ്യൂറേഷൻ എന്ന് പറയുന്നതോ മോർ ദാൻ 7 days ആയിരിക്കും കേട്ടോ. മോർ ദാൻ 7 days ആയിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഉണ്ടാകും, അതായത് 80 ml കൂടുതൽ ഉണ്ടാകും, മോർ ദാൻ 7 days ഉണ്ടാകും കേട്ടോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? മെനോറേജിയ എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെനോടാക്സിസ് കേട്ടോ. ചോദിക്കും, നമ്മുടെ PSC ക്വസ്റ്റ്യൻ ഇടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് ഈ ഇരട്ട പേര് അല്ലെങ്കിൽ രണ്ടാമത്തെ പേരൊക്കെ ചോദിക്കും കേട്ടോ. സോ ഇതിന്റെ വേറൊരു പേര്, മെനോറേജിയുടെ വേറൊരു പേര് എന്താണ്? മെനോടാക്സിസ്. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ദയവേത് എഴുതി പോവുക. മെനോറേജിയുടെ വേറൊരു പേര് മെനോടാക്സിസ് കേട്ടോ. മെനോടാക്സിസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Pritchard regime കേട്ടോ. Pritchard regime is used in the management of. Pritchard regime is used in the management of. Option A, preterm labor. Option B, pre-eclampsia. Option C, eclampsia. Option D, postpartum hemorrhage. സ്ക്രീൻ ക്ലിയർ ആകുന്നില്ലേ? ഒരാൾക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. പ്രിച്ചാർഡ് റെജീം ആക്ച്വലി എന്തിനാണ് അല്ലെങ്കിൽ ഏത് ഡിസീസ് കണ്ടീഷന്റെ മാനേജ്മെന്റിലാണ് യൂസ് ചെയ്യുക? പ്രീടേം ലേബർ, ബി പ്രീ എക്ലാംസിയ, സി എക്ലാംസിയ, ഡി പോസ്റ്റ്പാർട്ടം ഹെമറേജ്. ഒന്ന് കമന്റ് ചെയ്യാവോ? യെസ് പറയൂ പെട്ടെന്ന് പറയൂ. യെസ്, അശ്വതി ബി പറയുന്നുണ്ട്, ലക്ഷ്മി സി പറയുന്നുണ്ട്, ഐശ്വര്യ ബി പറയുന്നുണ്ട്, രജി ബി പറയുന്നുണ്ട്, രജീഷ് യെസ്, ലിഷ ബി പറയുന്നുണ്ട്, അതുല്യ സി യെസ്, അതുല്യ അത്ര ഉറപ്പാണല്ലേ ഓപ്ഷൻ സി കറക്റ്റ് ആണെന്ന്. ദെൻ പ്രീജ എ പറയുന്നുണ്ട്, ആൻസി സി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീടേം ലേബർ ഇമ്പോർട്ടന്റ് ആണ്, ദെൻ പ്രീ എക്ലാംസിയ ഇമ്പോർട്ടന്റ് ആണ്, എക്ലാംസിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്ലാംസിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ PPH പോസ്റ്റ്പാർട്ടം ഹെമറേജ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഞാൻ ആക്ച്വലി കുറച്ച് പേര് ഓപ്ഷൻ സി പറഞ്ഞല്ലേ, ദേവു ഇതായപ്പോ പറയുന്നുണ്ട്, അതുല്യ സി പറയുന്നുണ്ട്, മിനു സി പറയുന്നുണ്ട്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, എക്ലാംസിയ ആണ് വരിക. എന്താണ് എക്ലാംസിയ എന്ന് പറയാവോ? എന്താണ് എക്ലാംസിയ? ആക്ച്വലി പ്രീ എക്ലാംസിയ when it is complicated with seizure അല്ലേ, പ്രീ എക്ലാംസിയയുടെ കൂടെ സീഷർ കൂടെ വരുമ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്ലാംസിയ എന്ന് പറയുക അല്ലെ. ഈ പ്രീ എക്ലാംസിയുടെ കൂടെ സീഷർ കൂടെ വരുമ്പോൾ അതിന് നമ്മൾ എക്ലാംസിയ എന്ന് പറയും. സോ ഈ പ്രിച്ചാർഡ് റെജീമില് ഏത് ഡ്രഗ് ആണ് യൂസ് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഡ്രഗ് ആണ് പ്രിച്ചാർഡ് റെജീമിൽ യൂസ് ചെയ്യുക? യെസ്, മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് അല്ലെ. മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് നമ്മൾ പ്രിച്ചാർഡ് റെജീമിൽ യൂസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ പ്രീ എക്ലാംസിയ രണ്ടിനും യൂസ് ചെയ്യത്തില്ലെന്ന് ചോദിക്കും. പ്രീ എക്ലാംസിയയിൽ നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അത് സിവിയർ ആയിട്ടുള്ള കേസസിലാണ് ഈ സീഷർ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അതേസമയം എക്ലാംസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ എക്ലാംസിയയുടെ കൂടെ സീഷർ വന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മെഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യുക. സോ ഇതിൽ ഉള്ള നഴ്സിംഗ് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം യൂറിൻ ഔട്ട്പുട്ട്. നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എത്രയാ? ഫോർ എനി ഏജ് കേട്ടോ, ഏത് ഏജിനാണെങ്കിലും നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എത്രയാ വരിക? 0.5 to 1 ml per kg per minute അല്ലേ, ഇതാണ് വരിക.
ഏത് ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ യൂറിൻ ഔട്ട്പുട്ട് ഷുഡ് ബി മോർ ദാൻ 25 ml per hour കേട്ടോ. യൂറിൻ ഔട്ട്പുട്ട് 25 ml per hour കൂടുതലായിരിക്കണം. റെസ്പിറേറ്ററി റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കണം. അത് എത്രയായിരിക്കണം? 12 breaths per minute കൂടുതലായിരിക്കണം. ദെൻ പെറ്റലാർ റിഫ്ലെക്സ് നോക്കിയിരിക്കണം. സ്ക്രീൻ ഓക്കെ ആയല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഇനി എല്ലാവർക്കും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ആയിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ പെറ്റലാർ റിഫ്ലെക്സ് നോക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. സോ ആബ്സെന്റ് പെറ്റലാർ റിഫ്ലെക്സ് കേട്ടോ. പെറ്റലാർ റിഫ്ലെക്സ് ആബ്സെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മെഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടായി എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം സപ്പോസ് മെഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടായി, എന്ത് ആന്റിഡോട്ട് നിങ്ങൾ കൊടുക്കും? സോ ആന്റിഡോട്ട് ഇസ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. അഗൈൻ ഇമ്പോർട്ടന്റ് ആണ്, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. അതിന്റെ ഡോസേജ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. 10 ml of 10% സൊല്യൂഷൻ ആണ് നമ്മൾ സാധാരണ IV ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ എക്ലാംസിയ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ PPH ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടൽ ഹൈറ്റ് ഈസ് ഹാഫ് വേ ബിറ്റ്വീൻ സിംഫൈസിസ് pubis ആൻഡ് അംബ്ലിക്കസ്. ഫണ്ടൽ ഹൈറ്റ് അറിയാം, half way between symphysis pubis and umbilicus. ഏത് വീക്കിലാണ്? ഓപ്ഷൻ 12 weeks, B 16 weeks, C 20 weeks, ഓപ്ഷൻ D 24 weeks. യെസ്, കമന്റ് ചെയ്തോളൂ. ഫണ്ടൽ ഹൈറ്റ് ഹാഫ് വേ ബിറ്റ്വീൻ സിംഫൈസിസ് pubis ആൻഡ് അംബ്ലിക്കസ് ഏത് വീക്കിലാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ബീന D പറയുന്നുണ്ട്, ആമി B പറയുന്നുണ്ട്, ജിസ്ന B പറയുന്നുണ്ട്, അമല B പറയുന്നുണ്ട്. യെസ്, അശ്വതി 16 എന്ന് തന്നെ പറയുന്നുണ്ട്, ബെൻസി C പറയുന്നുണ്ട്, ലിഷ B പറയുന്നുണ്ട്, ദെൻ അഞ്ജു B പറയുന്നുണ്ട്, സ്നേഹ 16 പറയുന്നുണ്ട്, അശ്വതി 16. യെസ്, വെരി ഗുഡ്. സോ നമുക്ക് നോക്കാം അല്ലെ. ലിൻഡ B പറയുന്നുണ്ട്, യെസ്, ജീന B പറയുന്നുണ്ട്, ഒത്തിരി പേര് B പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതായിരിക്കും കറക്റ്റ് ആൻസർ. ഒത്തിരി പേര് B പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. സോ ഇവിടെ ചോദിക്കും കേട്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ സിംഫൈസിസ് pubisനും അംബ്ലിക്കസിനും ഇടയിൽ ഫണ്ടൽ ഹൈറ്റ് വരുന്നത് 16ാമത്തെ ആഴ്ചയിലായിരിക്കും കേട്ടോ. 16ാമത്തെ ആഴ്ചയിലായിരിക്കും. സോ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം, അതായത് ഈ ഒരു ഡയഗ്രാം നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. ഈ ഒരു ഡയഗ്രാം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. സോ അതാണ്ട് 16 വീക്സ് ആകുമ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ 12 വീക്സ് ആകുമ്പോൾ 12 വീക്സ് ആകുമ്പോൾ സിംഫൈസിസ് pubisന്റെ അവിടെ എത്തി. ദെൻ 16 വീക്സ് ആകുമ്പോൾ the midway between the umbilicus and the symphysis pubis 16 week. Then 20 weeks ആണെങ്കിലോ 24 weeks ആണെങ്കിലോ at the level of umbilicus. Then നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 36 വീക്ക് ആകുമ്പോൾ നമ്മുടെ സിഫി സ്റ്റേണത്തിന്റെ അവിടെ എത്തി അല്ലേ. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. Height of the uterus is midway between the symphysis pubis and the umbilicus at 16th week. Then at the level of umbilicus എപ്പോഴാണ്? 24th week ആണ്. Then at the junction of lower third and upper 2/3 of the distance between the umbilicus and ensiform cartilage. Okay, അത് 28th week ആണ് എന്ന് ഓർക്കുക കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പാൽഡിംഗ് സൈൻ ഇമ്പോർട്ടന്റ് ആണ്. സ്പാൽഡിംഗ് സൈൻ characterized by overlapping of cranial bones of fetus is seen in. സ്പാൽഡിംഗ് സൈൻ ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണുക? ഓപ്ഷൻ എ പ്രീടേം ലേബർ, ബി IUGR ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, സി IUD ഇൻട്രാ യൂട്രൈൻ ഡെത്ത്, ഓപ്ഷൻ ഡി പോളിഹൈഡ്രാമിനോസ്. യെസ്, സ്പാൽഡിംഗ് സൈൻ ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണുക? സിഞ്ചു B പറയുന്നുണ്ട്, ഷാഫി C പറയുന്നുണ്ട്, നിധി C പറയുന്നുണ്ട്, അൻസി C പറയുന്നുണ്ട്, ലക്ഷ്മി വിജയൻ C പറയുന്നുണ്ട്, ബബിത C പറയുന്നുണ്ട്, അനുഷ C പറയുന്നുണ്ട്, രജിഷ് C പറയുന്നുണ്ട്, അനഘ C പറയുന്നുണ്ട്, അമല C പറയുന്നുണ്ട്. യെസ്, എല്ലാവരും C പറയുന്നുണ്ട്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. സോ ഇവിടെ ആക്ച്വലി ഇൻട്രാ യൂട്രൈൻ ഡെത്തിലാണ് സ്പാൽഡിംഗ് സൈൻ കാണുക. എന്താണ് സ്പാൽഡിംഗ് സൈൻ? വാട്ട് ഈസ് സ്പാൽഡിംഗ് സൈൻ? എന്താണ് സ്പാൽഡിംഗ് സൈൻ? അതായത് ഓവർലാപ്പിംഗ് ഓഫ് ദ ക്രേനിയൽ ബോൺസ് ഓഫ് ദ ഫീറ്റസ് അല്ലേ, അതിനാണ് നമ്മൾ സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുക. ഇനി വേറെ ഒരു സൈൻ ഇവിടെ വരുന്നുണ്ട്. എന്താണ് ആ സൈൻ? സ്പാൽഡിംഗ് സൈൻ അല്ലാതെ വേറൊരു സൈൻ കൂടെ വരുന്നുണ്ട്. എന്താണത്? യെസ്, റോബർട്ട് സൈൻ. എന്താണ് റോബർട്ട് സൈൻ? ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റോബർട്ട് സൈൻ? യെസ്, ഇവിടെ ആക്ച്വലി ഓപ്ഷൻ C ആണ്, ഇൻട്രാ യൂട്രൈൻ ഡെത്ത് ആണ് വരിക.
യെസ്. സോ നമുക്ക് നോക്കാം. സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുമ്പോൾ ഓവർലാപ്പിംഗ് ക്രേനിയൽ ബോൺ ഡ്യൂ ടു ഫീറ്റൽ മാസറേഷൻ അല്ലെ, അതായത് ഫീറ്റൽ ഡെത്ത് ഉണ്ടായതിനു ശേഷം നമ്മുടെ ഹെഡില് ക്രേനിയൽ ബോൺസ് എന്ത് ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്ത് വരുന്നു. അതിനെയാണ് നമ്മൾ സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുക. രണ്ടാമത്തേതാണ് റോബർട്ട് സൈൻ. എന്താണ് റോബർട്ട് സൈൻ? ആക്ച്വലി ഗ്യാസ് ബബിൾസ് ഇൻ ദ ഫീറ്റൽ ഹാർട്ട് ഓർ വെസൽസ്, അതായത് മേജർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴാണ്, ഇത് എക്സ്റേ ഫൈൻഡിങ് ആണ്. നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ മേജർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ്, അതായത് അയോട്ട, ദെൻ പൾമിനറി ആർട്ടറി, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ എന്താണ് ഗ്യാസ് ഫില്ലിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ബബിൾസ് ഉണ്ടാകും. അതിനാണ് നമ്മൾ റോബർട്ട് സൈൻ എന്ന് പറയുക. ഇത് 12 hours കുഞ്ഞിന്റെ മരണശേഷം, അതായത് ഇൻട്രാ യൂട്രൈൻ ഡെത്ത് ഉണ്ടായി കേട്ടോ, ഇൻട്രാ യൂട്രൈൻ ഡെത്ത് ഉണ്ടായി 12 മണിക്കൂർ കഴിയുമ്പോൾ ഇത് അപ്പിയർ ആകും. ചോദിക്കും എക്സാമിന് വേറൊരു ക്വസ്റ്റ്യൻ, ഏത് സൈൻ ആണ് ആദ്യം ഉണ്ടാകുക കേട്ടോ, ആദ്യം ഉണ്ടാകുന്ന സൈൻ റോബർട്ട് സൈൻ ആണെന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് ഹാലോ സൈൻ, ഫ്ലൂയിഡ് അറൌണ്ട് ദ ഫീറ്റൽ സ്കള്ളാണ്. ദെൻ ലോസ് ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, അതായത് നമ്മൾ ഡോപ്ലർ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാർഡിയാക് ആക്ടിവിറ്റി കിട്ടില്ല കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കോഡ് ഇൻസേർഷൻ, എക്സാമിന് ചോദിക്കുന്നതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കോഡ് ഇൻസേർഷൻ ഈസ് ദ അംബിലിക്കൽ കോഡ് അറ്റാച്ച്ഡ് ടു ദ വെരി എഡ്ജ് ഓഫ് ദ പ്ലാസന്റ കേട്ടോ. പ്ലാസന്റയുടെ എഡ്ജില് അംബിലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്യുന്നത് ഏത് അബ്നോർമാലിറ്റിയിലാണ് കേട്ടോ. ഓപ്ഷൻ എ സെൻട്രൽ പ്ലാസന്റ, ബി ബാറ്റിൽ ഡോർ പ്ലാസന്റ, ഓപ്ഷൻ സി മാർജിനൽ പ്ലാസന്റ, ദെൻ ഓപ്ഷൻ ഡി വെലമെന്റസ് പ്ലാസന്റ. പെട്ടെന്ന് ആൻസേഴ്സ് പറയൂ. യെസ് പെട്ടെന്ന് പറയൂ. യെസ്, സിൻചു സി പറയുന്നുണ്ട്. യെസ്, ദെൻ ഷിബിത ബി പറയുന്നുണ്ട്. ദെൻ അശ്വതി ബി പറയുന്നുണ്ട്. അജ്മല സി പറയുന്നുണ്ട്. അമൃത ബി പറയുന്നുണ്ട്. രജി, യെസ്, അനുഷ ബി പറയുന്നുണ്ട്. ദെൻ ഷാഫി ബി പറയുന്നുണ്ട്. യെസ്, രജീഷ്, ഞാൻ സയൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. ഒത്തിരി പേര് ബി പറയുന്നുണ്ട് അല്ലെ, ഒത്തിരി പേര് ബി പറയുന്നുണ്ട്. യെസ്, എനിക്ക് എല്ലാവരുടെയും പേര് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട്. സിജിമോൾ ബി പറയുന്നുണ്ട്, സ്നേഹ ബി പറയുന്നുണ്ട്, രജീഷ് ബാറ്റിൽ ഡോർ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി തന്നെയാണ്, അതായത് ബാറ്റിൽ ഡോർ പ്ലാസന്റ തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ, ബാറ്റിൽ ഡോർ പ്ലാസന്റ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാം കേട്ടോ. ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് പോകാം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ചോദിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ് ബാറ്റിൽ ഡോർ പ്ലാസന്റ? ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറയുമ്പോൾ കോഡ് ഇൻസേർട്സ് അറ്റ് ദ വെരി എഡ്ജ് ഓഫ് പ്ലാസന്റ കേട്ടോ. ആക്ച്വലി ഇതാണ് പ്ലാസന്റ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് പ്ലാസന്റ. പ്ലാസന്റയിലെ എഡ്ജിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കോഡ് ഇൻസേർട്ട് ആകുന്നത്. നോക്കിക്കേ, ഇത് നമ്മുടെ പ്ലാസന്റ ആണ്. പ്ലാസന്റയുടെ എൻഡില് ഇങ്ങനെ കോഡ് ഇൻസേർട്ട് ആകുന്നു. അപ്പൊ അതെങ്ങനെയാണ്, ഒരു ബാറ്റ് പോലെ ഇരിക്കും അല്ലെ, നമ്മുടെ റാക്കറ്റ് പോലെ അല്ലെ, നമ്മുടെ റാക്കറ്റ് പോലെ ഇരിക്കും. അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി കേട്ടോ, റാക്കറ്റ് പോലെ, റിസംബ്ലിങ് റാക്കറ്റ് കേട്ടോ, റിസംബ്ലിങ് റാക്കറ്റ്. അപ്പം ആ ബാറ്റ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഓർത്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് വെലമെന്റസ് പ്ലാസന്റ ചോദിക്കുവേ. വെലമെന്റസ് പ്ലാസന്റ ഞാനൊക്കെ പഠിച്ചത് വെലമെന്റസ് പ്ലാസന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല പോലെ ഇരിക്കുന്ന പ്ലാസന്റ എന്നാണ്. എങ്ങനെ അത് വരിക? കോഡ് ഇൻസേർട്ട് ഇൻ ടു ദ ഫീറ്റൽ membranes before reaching the placenta. ഇതാണ് കോഡ് കാണാം നിങ്ങൾക്ക്. ഇത് പ്ലാസന്റ ആണ്. ദാണ്ടെ കോഡ് ആദ്യം വരുന്നു, അതിനുശേഷം ദാണ്ടെ പ്ലാസന്റയിൽ എത്തുന്നതിന് മുന്നേ തന്നെ കോഡ് ദാണ്ടെ ബ്ലഡ് വെസൽസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക, വെലമെന്റസ് പ്ലാസന്റ എന്ന് പറയുക. കോഡ് ഇൻസേർട്ട് ഇൻ ടു ദ ഫീറ്റൽ മെംബ്രെയിൻ ബിഫോർ റീച്ചിങ് ദ പ്ലാസന്റ. അതിന്റെ കോഡ് പ്ലാസന്റയിൽ എത്തുന്നതിന് മുന്നേ ഫീറ്റൽ മെംബ്രെയിൻസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. വിത്ത് വെസൽസ് എക്സ്പോസ്ഡ് ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് വാസോപ്രീവിയ. ഇവിടെ ദാണ്ടെ വെസൽസ് എക്സ്പോസ്ഡ് ആയിരിക്കും, അതായത് വെസൽസ് കവർ ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വാസോപ്രീവിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. വാസോപ്രീവിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് വാസോപ്രീവിയ എന്ന് പറയുക? അതായത് എന്താണ് വാസോപ്രീവിയ? വാസോപ്രീവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർവൈക്കൽ ഓസില് കേട്ടോ, സെർവൈക്കൽ ഓസില് ഈ ബ്ലഡ് വെസൽസ് കേട്ടോ, ഈ ബ്ലഡ് വെസൽസ് ഓപ്പൺ ആയിട്ട് കാണപ്പെടും. ആക്ച്വലി ഇത് നമ്മുടെ അംബിലിക്കൽ കോഡ് കൊണ്ട് കവർ ചെയ്യാതെ ഈ ബ്ലഡ് വെസൽസ് സെർവിക്സിന്റെ ഇന്റേണൽ ഓസിൽ കാണപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ വാസോപ്രീവിയ എന്ന് പറയുക. വാസോപ്രീവിയയും ഇമ്പോർട്ടന്റ് ആണ്. വാസോപ്രീവിയ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അപ്പൊ നമുക്ക് എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിരുന്നു, മറ്റേ എന്തായിരുന്നു നമ്മുടെ സയൻസ് ഒന്നുകൂടെ പറയാൻ പറഞ്ഞു അല്ലെ. സയൻസ് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോകാം. സോ സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓവർലാപ്പിംഗ് ഓഫ് ദ ക്രേനിയൽ ബോൺസ് അല്ലെ. ക്രേനിയൽ ബോൺസ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു, അതിനെയാണ് നമ്മൾ സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുക.
രണ്ടാമത്തേത് റോബർട്ട് സൈൻ. റോബർട്ട് സൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, റോബർട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസ്, അങ്ങനെ ഓർക്കുക കേട്ടോ. റോബർട്ട് സൈൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ബബിൾസ് ആണ് എവിടെ, ഫീറ്റൽ ഹാർട്ടില് അല്ലെങ്കിൽ ഫീറ്റൽ ഹാർട്ടിന്റെ മേജർ വെസൽസിൽ കേട്ടോ. അവിടെ എന്തുണ്ടാകും, ഗ്യാസ് ബബിൾസ് ഉണ്ടാകും. അതിന് നമ്മൾ റോബർട്ട് സൈൻ എന്ന് പറയുന്നു. പിന്നെ ഹാലോ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ സ്കള്ളിന് ചുറ്റും ഫ്ലൂയിഡ് വരുന്നു കേട്ടോ. അതിനാണ് നമ്മൾ ഹാലോ സൈൻ എന്ന് പറയുക. അത് ഈ പറഞ്ഞ പോലെ സ്കൾ ബോൺസ് ഫ്രാക്ചർ ആവുന്നത് കൊണ്ടാണ് ഈ ഹാലോ സൈൻ ഉണ്ടാകുക. ദെൻ ലാസ്റ്റ് വരിക ലോസ് ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിൽ ചോദിക്കുക ഏത് സൈൻ ആണ്. അപ്പൊ ലോസ് ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി ആയിരിക്കും ആദ്യം ഉണ്ടാകുക, പക്ഷെ ഏത് സൈൻ ആണ് ആദ്യം ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ റോബർട്ട് സൈൻ ആണ് ആദ്യം കാണുക കേട്ടോ, ആദ്യം കാണുക. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസന്റയുടെ അബ്നോർമാലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ഈസ് ഒബ്സർവ് ഡ്യൂറിംഗ്. ഏത് ആഴ്ചകളിലാണ് അല്ലെങ്കിൽ ഏത് ദിവസങ്ങളിലാണ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ഒബ്സർവ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ജനുവരി 1 to 7, ബി മെയ് 1 to 7, സി ഓഗസ്റ്റ് 1 to 7, ഡി ഡിസംബർ 1 to 7. എപ്പോഴാണ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ഒബ്സർവ് ചെയ്യുന്നത്? യെസ്, പറയൂ. സരിത ബി പറയുന്നുണ്ട്, ദെൻ നിഷ ബി പറയുന്നു, അഞ്ജു സി പറയുന്നു, കുഞ്ഞാറ്റ സി പറയുന്നുണ്ട്, ചിഞ്ചു സി പറയുന്നുണ്ട്, അനിഷ സി പറയുന്നുണ്ട്, ഷിൻസി സി പറയുന്നുണ്ട്, ഒത്തിരി പേര് സി പറയുന്നുണ്ട് അല്ലെ. യെസ്, കാവ്യ സി പറയുന്നുണ്ട്, ലക്ഷ്മി സി പറയുന്നുണ്ട്, അമൃത സി പറയുന്നുണ്ട്, രജീഷ് സി പറയുന്നുണ്ട്. യെസ്, അപ്പം ഓഗസ്റ്റ് 1 to 7 ആണ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. ആക്ച്വലി ഇന്നിപ്പം മാർച്ച് 14 അല്ലേ. ഈ വീക്കിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മാർച്ച് 14, അതായത് 9 to 15, മാർച്ച് 9 to 15 അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് മാർച്ചിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സെക്കൻഡ് വീക്ക് ഓഫ് മാർച്ചിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്, സെക്കൻഡ് വീക്ക് ഓഫ് മാർച്ചിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സെക്കൻഡ് വീക്ക് ഓഫ് മാർച്ച് സാധാരണ നമ്മൾ ഏതാണ്, ഗ്ലോക്കോമ അവയർനെസ് വീക്ക് ആണ്. ഇപ്പൊ നമ്മൾ ആക്ച്വലി ഇന്ന് നാളെ അവസാനിക്കും. ഈ മാർച്ച് 14 ആണ് ഇന്ന്. അപ്പൊ ഈ മാർച്ച് സെക്കൻഡ് വീക്കിൽ, അതായത് 9 to 15 നമുക്ക് എന്താ പറയുക, എന്താ ഗ്ലോക്കോമ അവയർനെസ് വീക്ക് എന്ന് പറയും കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരിക സി ആണ്, ഓപ്ഷൻ സി ആണ്. അതായത് ഓഗസ്റ്റ് 1 to 7 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യെസ്, വെരി ഗുഡ്. ദിവ്യ ഗ്ലോക്കോമ പറഞ്ഞു. വെരി ഗുഡ്. യെസ്, അമല ഗ്ലോക്കോമ പറഞ്ഞു. യെസ്, വെരി ഗുഡ്. അപ്പോ യെസ്, ഐശ്വര്യ ഗ്ലോക്കോമ അവയർനെസ് വീക്ക് പറഞ്ഞു. വെരി ഗുഡ്. അപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആക്ച്വലി ഒബ്സർവ് ചെയ്യുന്നത് ഓഗസ്റ്റ് 1 to 7 ആണ്. ഇനിഷ്യേറ്റഡ് ഇൻ 1992 കേട്ടോ. 1992 സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ബൈ വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ കേട്ടോ, വാബ. വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ കൊളാബറേഷൻ വിത്ത് WHO ആൻഡ് യുണിസെഫ് കേട്ടോ. WHO യുണിസെഫുമായിട്ടുള്ള കൊളാബറേഷനിലാണ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ഇതിന്റെ തീം ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ കേട്ടോ. തീംസ് ചോദിക്കാറുണ്ട്. തീം ക്ലോസിംഗ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ കേട്ടോ. അതാണ് തീം 2024 2024 തീം വരുന്നത് ക്ലോസിംഗ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ. ഇതാണ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് 2024 തീം വരുന്നത് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻഡ്മെന്റ് ആക്ട് കേട്ടോ. മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻഡ്മെന്റ് ആക്ട് was passed in the year. Option A 2015, option B 2016, option C 2017, option D 2018. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻഡ്മെന്റ് ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയത്? അപർണ സി, ആമി സി, യെസ്, ആശ രജി സി. അത് സ്ക്രീൻ ക്ലിയർ അല്ലാത്ത കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതിപ്പോ സോർട്ട് ഔട്ട് ചെയ്യാം കേട്ടോ. അത് വർക്ക് ചെയ്യുകയാണ്, സോർട്ട് ഔട്ട് ചെയ്തോളാം. യെസ്, ദേവു സി പറയുന്നുണ്ട്. യെസ്, ആൻസേഴ്സ് പറഞ്ഞോളൂ. കാണുന്നില്ലേ? മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻഡ്മെന്റ് ആക്ട് ഏത് വർഷമാണ് പാസ് ചെയ്തത്? ഓപ്ഷൻ എ 2015, 2015, 16, 17, 18. യെസ്, റീന റാണി സി പറയുന്നുണ്ട്, ദിവ്യ ഡി പറയുന്നുണ്ട്, നിഷ സി പറയുന്നുണ്ട്, ആൻസി ബി പറയുന്നുണ്ട്, മീര ഡി പറയുന്നുണ്ട്, വിപിത 2017 പറയുന്നുണ്ട്, സൗമ്യ സി പറയുന്നുണ്ട്, നീതുഹരി സി പറയുന്നുണ്ട്, യെസ്, അതുല്യ സി പറയുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്താണ്? 2017 അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻഡ്മെന്റ് ആക്ട് പാസ്സാക്കിയത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുക? എന്താണ് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻഡ്മെന്റ് ആക്ടിന്റെ പ്രത്യേകത? അതായത് ഈ പെയ്ഡ് മെറ്റേണിറ്റി ലീവിന്റെ പീരീഡ് കൂട്ടി അല്ലെങ്കിൽ ഡേയ്സ് കൂട്ടി ഈ
മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെന്റ്മെന്റ് ആക്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പെയ്ഡ് മെറ്റേണിറ്റി ലീവിനെ ഇൻക്രീസ് ചെയ്തു. അതായത് ഏർലിയർ നേരത്തെ അത് 12 വീക്സ് ആയിരുന്നു. ഈ അമെന്റ്മെന്റ് ആക്ട് വന്നതോടുകൂടി ഇത് 26 വീക്സ് ആയി. നെക്സ്റ്റ് ലീവ് ഫോർ മോർ ദാൻ 2 ചിൽഡ്രൻ. നേരത്തെ ആക്ച്വലി 2 കുട്ടികൾക്ക് വരെ മാത്രമേ പെയ്ഡ് ലീവ് കൊടുത്തിരുന്നുള്ളൂ. ഇവിടെ ആക്ച്വലി ലീവ് ഫോർ മോർ ദാൻ 2 ചിൽഡ്രൻ വരുന്നുണ്ട്. എങ്ങനെയാണ് 12 വീക്സ് ഫോർ തേർഡ് ചൈൽഡ് ആൻഡ് ബിയോണ്ട്. 3 കുട്ടികൾ മുതൽ മുന്നിലേക്ക് 12 വീക്സ് 2 കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ 12 വീക്സ് ലീവ് കൊടുക്കുന്നുണ്ട്. അത് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെന്റ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ ഓഫ് ഫീറ്റൽ ഹെഡ്. ഫീറ്റൽ ഹെഡിന്റെ മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ കേട്ടോ. മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ എത്രയാണ്? ഓപ്ഷൻ എ 12 സെന്റിമീറ്റർ, ബി 13 സെന്റിമീറ്റർ, സി 14 സെന്റിമീറ്റർ, ഡി 15 സെന്റിമീറ്റർ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇത് ആക്ച്വലി ഒരു പ്രത്യേകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. എന്തായിരിക്കും പ്രത്യേകത? എസ്, നൗഫിയ ബി പറയുന്നുണ്ട്, റീന ബി പറയുന്നുണ്ട്, അശ്വതി എ പറയുന്നുണ്ട്, രഗീത സി പറയുന്നുണ്ട്, സിത്താര സി പറയുന്നുണ്ട്, യെസ് നിത്യ സി പറയുന്നുണ്ട്, ദേവു സി പറയുന്നുണ്ട്, നിത്യ സി പറയുന്നുണ്ട്, യെസ് ലിഷ എ പറയുന്നുണ്ട്, അശ്വതി 13 പറയുന്നുണ്ട്, സൗമ്യ സി പറയുന്നുണ്ട്, അജ്മല സി പറയുന്നുണ്ട്, ഷാഫി ബി, ദിവ്യ 14 പറയുന്നുണ്ട്, യെസ് ആര്യ സി പറയുന്നുണ്ട്, അർഷാദ് സി പറയുന്നുണ്ട്, ബബിത ബി പറയുന്നുണ്ട്, അമൃത സി പറയുന്നുണ്ട്, ഷിനി സി പറയുന്നുണ്ട്, രജി 14 സെന്റിമീറ്റർ പറയുന്നുണ്ട്, യെസ് ആൻസി സി പറയുന്നുണ്ട്, സിനി സി പറയുന്നുണ്ട്. യെസ് വെരി ഗുഡ്. എല്ലാവരും ഒത്തിരി പേര് കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടോ. യെസ് ഷാഫി പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഫീറ്റൽ സ്കൾ. വെരി ഗുഡ്. അത് തന്നെയാണ് ഞാൻ പറയാനായിട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഇത് ചോദിക്കാൻ കാര്യം? ഈ മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ ആണ് ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ഫീറ്റൽ സ്കൾ. യെസ് രജീഷ് പറയുന്നത് ലാർജസ്റ്റ് ഡയമീറ്റർ ആണ്. സോ അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ആണ്, 14 സെന്റിമീറ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ ഓഫ് ഫീറ്റൽ സ്കൾ എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് റിച്ച് ഇൻ ബ്രസ്റ്റ് മിൽക്ക് കേട്ടോ. ബ്രസ്റ്റ് മിൽക്കില് റിച്ച് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഓപ്ഷൻ എ IgA, ഓപ്ഷൻ ബി IgG, ഓപ്ഷൻ സി IgE, ഓപ്ഷൻ ഡി IgM. ഇതിൽ ഏതാണ് ബ്രസ്റ്റ് മിൽക്കില് റിച്ച് ആയിട്ട് വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ? യെസ് ദേവു സി പറയുന്നുണ്ട്, പ്രീജ സി പറയുന്നുണ്ട്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ ആണ് ആൻസർ പറയുന്നത്. യെസ് കുറച്ചുകൂടെ നിസിരാജ് എ പറയുന്നുണ്ട്, കെവിൻ എ പറയുന്നുണ്ട്, ജിഷ എ പറയുന്നുണ്ട്, ലക്ഷ്മി വിജയൻ എ പറയുന്നുണ്ട്, കാവ്യ എ പറയുന്നുണ്ട്, അമല എ പറയുന്നുണ്ട്, ഫറ എ പറയുന്നുണ്ട്, രശ്മി യെസ് എ പറയുന്നുണ്ട്, യെസ് വന്ദന ബി പറയുന്നുണ്ട്, നീതുഹരി എ പറയുന്നുണ്ട്, സൗമ്യ എ പറയുന്നുണ്ട്. യെസ് 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 lots of answers are coming. Yes, very good. അജിബോൻ എ പറയുന്നുണ്ട്, ആമോസ് എ പറയുന്നുണ്ട്, രജീഷ് എ പറയുന്നുണ്ട്, അതുല്യ എല്ലാവരും എ പറയുന്നുണ്ട്. വെരി ഗുഡ്. സോ ഇവിടെ ആക്ച്വലി ബ്രസ്റ്റ് മിൽക്കില് റിച്ച് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ്. അവിടെ യാതൊരു സംശയവും ഇല്ല അല്ലെ? സോ IgG യെ കുറിച്ച് 2 വാക്ക് പറയാമോ? എന്താണ് IgG ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? അതായത് IgG മെറ്റേണൽ പ്ലാസന്റ ക്രോസ് ചെയ്ത് വരുന്നതാണ് IgG കേട്ടോ. IgE എന്താണ്? ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് IgE. IgM എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് IgM, അല്ലെങ്കിൽ മില്ലിനെയർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒക്കെ നമ്മൾ പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് IgM എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് നോക്കാം. യെസ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക IgA ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യെസ് വെരി ഗുഡ്. സൂര്യ പറയുന്നത് IgG ക്രോസ് ദ പ്ലാസന്റ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the relation of different parts of fetus to one another. നല്ല ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണേ. The relation of different parts of fetus to one another is called as option A lie, option B presentation, option C attitude, option D denominator. എന്താണ് relation of different parts of fetus to one another? Yes, answers പോരട്ടെ. Yes, അശ്വതി സി പറയുന്നുണ്ട്, യെസ് സൂര്യ ആറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, യെസ് അശ്വതി സി പറയുന്നുണ്ട്, നിസിരാജ് സി പറയുന്നുണ്ട്, ലക്ഷ്മി വിജയൻ സി പറയുന്നുണ്ട്, ഹരിപ്രിയ സി പറയുന്നുണ്ട്, യെസ് ലിഷ സി പറയുന്നുണ്ട്, ഷാഫി സി പറയുന്നുണ്ട്, യെസ് നിധി സി പറയുന്നുണ്ട്. യെസ് വെരി ഗുഡ്. ആര്യ സി പറയുന്നുണ്ട്, അഞ്ജന സി പറയുന്നുണ്ട്, രജിഷ് സി പറയുന്നുണ്ട്, ചിഞ്ചു സി പറയുന്നുണ്ട്. യെസ് വെരി ഗുഡ്. അപ്പൊ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? റിലേഷൻ ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ഫീറ്റസ് ടു വൺ അനദർ. എന്താണ്? ഓപ്ഷൻ സി ആണ്, ആറ്റിറ്റ്യൂഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഈ എല്ലാ ടെർമിനോളജി ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. യെസ് ഫ്ലക്ഷൻ ഈസ് ദ ആറ്റിറ്റ്യൂഡ്. അമൃത വെരി ഗുഡ്. യെസ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്, ആറ്റിറ്റ്യൂഡ് ആണ്. യെസ്
അപ്പൊ നമുക്ക് നോക്കാം. ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എന്താണ് ലൈ? ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈ എന്ന് പറഞ്ഞാൽ കള്ളമല്ല കേട്ടോ. ഇവിടെ വരുന്നത് കുഞ്ഞിന്റെ കിടപ്പ് എങ്ങനെയാണ്, അതിനാണ് നമ്മൾ ലൈ എന്ന് പറയുക കേട്ടോ. കുഞ്ഞ് ഏത് രീതിയിലാണ് കിടക്കുന്നത്. സോ റിലേഷൻഷിപ്പ് ഓഫ് ലോങ് ആക്സിസ് ഓഫ് ഫീറ്റസ് കേട്ടോ. ഫീറ്റസിന്റെ ലോങ് ആക്സിസ് ടു ദ ലോങ് ആക്സിസ് ഓഫ് മദർ കേട്ടോ. അമ്മയുടെ ലോങ് ആക്സിസ് ഇതാണല്ലോ, നേരെയാണല്ലോ. സോ ഇതും കുഞ്ഞിന്റെ ലോങ് ആക്സിസുമായിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈ എന്ന് പറയുന്നത്. ആണ്ടേ നോക്കിക്കേ, ഇതാണ് അമ്മയുടെ ലോങ് ആക്സിസ്. ഇവിടെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് കുഞ്ഞിന്റെ ലോങ് ആക്സിസ് അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് ലൈ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. നോക്കിക്കേ, ഇവിടെ അമ്മയുടെ ലോങ് ആക്സിസ് ഇങ്ങനെ വരിക, പക്ഷെ കുഞ്ഞ് ചരിഞ്ഞിട്ടാ കിടക്കുക അല്ലേ. സോ ഇവിടെ എന്താണ്? ഇതെന്താണ്? ലൈ ഒബ്ലിക് ലൈ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഒബ്ലിക് ലൈ. ഇവിടുത്തെ കുഞ്ഞ് നോക്കിക്കേ, കുഞ്ഞ് പറഞ്ഞാൽ കേൾക്കാണ്ട് ഇങ്ങനെ തിരിഞ്ഞു കിടക്കുക അല്ലേ. സോ ഇതെന്താണ്? ട്രാൻസ്വേഴ്സ് ലൈ ആണ്. ഇതെന്താണ്? ട്രാൻസ്വേഴ്സ് ലൈ ആണ്. സോ എക്സാമ്പിൾ ഓഫ് ലൈ എന്തൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ, ദെൻ ട്രാൻസ്വേഴ്സ് ലൈ, കൂടാതെ ഒബ്ലിക് ലൈ അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. എന്താണ് പ്രസന്റേഷൻ? പാർട്ട് ഓഫ് ദ ഫീറ്റസ് ദാറ്റ് എൻറ്റേഴ്സ് ദ പെൽവിക് ഇൻലെറ്റ് ഫസ്റ്റ് അല്ലേ. അമ്മയുടെ പെൽവിക് ഇൻലെറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പാർട്ട്, അല്ലെങ്കിൽ ആദ്യം എൻ്റർ ചെയ്യുന്ന പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക? പ്രസന്റേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ സെഫാലിക് അല്ലെ. സെഫാലിക് പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയും, ബ്രീച്ച് പ്രസന്റേഷൻ എന്ന് പറയും, ഷോൾഡർ പ്രസന്റേഷൻ എന്നൊക്കെ പറയും അല്ലെ. സോ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൽവിക് ഇൻലെറ്റിലേക്ക് കേട്ടോ, അമ്മയുടെ മെറ്റേണൽ പെൽവിക് ഇൻലെറ്റിലേക്ക് ആദ്യം എൻ്റർ ചെയ്യുന്ന ഫീറ്റൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രസന്റേഷൻ എന്ന് പറയുക അല്ലെ. പ്രസന്റേഷൻ എന്ന് പറയുക. Yes, next denominator. എന്താണ് ഡിനോമിനേറ്റർ? ബോഡി പാർട്ട് ഓഫ് ദ ഫീറ്റസ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ഫീറ്റൽ പൊസിഷൻ. നമ്മൾ സാധാരണ PV ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ഏതാണ്? ഡിനോമിനേറ്റർ ആണ്. എക്സാമ്പിൾ ഓക്സിപുട്ട്, ദെൻ സേക്രം ഒക്കെ ഡിനോമിനേറ്ററിന് എക്സാമ്പിൾ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻക്രീസ്ഡ്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്രീസ്ഡ് വജൈനൽ പൾസേഷൻ felt at about 8th week of gestation. എന്താണ്? increased vaginal pulsation felt at about 8th week of gestation. Option A Hegas sign, option B Osiander sign, option C Chadwick sign, option D Goodell sign. ഏതാണ് ഈ increased vaginal pulsations felt at 8th week of gestation? എന്താണ്? പറഞ്ഞോളൂ. Yes, option C വരുന്നുണ്ട്. Then GGC പറയുന്നുണ്ട്. Yes. സൂര്യ ബി പറയുന്നുണ്ട്, ചിഞ്ചു ബി പറയുന്നുണ്ട്, ലക്ഷ്മി ബി പറയുന്നുണ്ട്, ശ്യാമലി ബി പറയുന്നുണ്ട്, ദിവ്യ ബി പറയുന്നുണ്ട്. യെസ് ഒന്നോട്ടെ. ബീന ബി പറയുന്നുണ്ട്, ആര്യ ബി പറയുന്നുണ്ട്. എനിക്ക് എല്ലാവരും ഓപ്ഷൻസ് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാണുന്നതൊക്കെ വായിക്കുന്നുണ്ട്. മൗനിഷ ബി പറയുന്നുണ്ട്. യെസ്. രജീഷ് ബി പറയുന്നുണ്ട്, ആൻസി ബി പറയുന്നുണ്ട്, അനുമോൾ ബി പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓസി ആൻഡേഴ്സൺ, സൂര്യ ബി പറയുന്നുണ്ട്, ഓസി ആൻഡേഴ്സൺ. യെസ്, വെരി ഗുഡ്. സോ ഇവിടെ ആക്ച്വലി ഇൻക്രീസ്ഡ് വജൈനൽ പൾസേഷൻ നമ്മൾ എന്താ പറയുക? ഓസി ആൻഡേഴ്സ് സൈൻ എന്നാണ് പറയുക കേട്ടോ. ഓസി ആൻഡേഴ്സ് സൈൻ എന്നാണ് പറയുക. ഇമ്പോർട്ടന്റ് ആണ്, സയൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നോക്കാം. എന്താണ് ഹഗാസ് സൈൻ എന്ന് പറയുക? എന്താണ് ഹഗാസ് സൈൻ? സോഫ്റ്റനിങ് ഓഫ് ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. ആക്ച്വലി ഇവിടെ സോഫ്റ്റനിങ് ഓഫ് എന്താണ്? ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. നമ്മുടെ യൂട്രസിന് സാധാരണ പ്രഗ്നൻസി ആകുമ്പോൾ അപ്പർ യൂട്രൈൻ സെഗ്മെന്റ് എന്നും ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എന്ന് പറയും അല്ലേ. സോ ഈ ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ സോഫ്റ്റനിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക? ഹഗാസ് സൈൻ എന്ന് പറയുക. എപ്പോഴത് കാണുക? 6 to 8 weeks ആണ് ഹഗാസ് സൈൻ കാണുക അല്ലെ. നെക്സ്റ്റ് ഓസിയാൻഡർ സൈൻ നമ്മളിപ്പോ പറഞ്ഞു. എന്താണ്? ഇൻക്രീസ്ഡ് പൾസേഷൻ ഓഫ് ദ വജൈനൽ ആർട്ടറീസ് ഫെൽ ത്രൂ ദ lateral phonesis. ഇതാണ് ഓസിയാൻഡർ സൈൻ എന്ന് പറയുക. 8 weeksലാണ് കാണുക. Yes, then Chadwick sign. എന്താണ് Chadwick sign? Chadwick എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓർക്കുക കേട്ടോ. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ cervix, vagina and vulva due to increased vascularity. അതായത് ബ്ലഡ് സപ്ലൈ കൂടുന്നത് കൊണ്ട് കേട്ടോ, ഓർത്തോണേ, ബ്ലഡ് സപ്ലൈ കൂടുന്നത് കൊണ്ട് സെർവിക്സ്, വജേന, വൾവ ഇതിന്റെയൊക്കെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ചാഡ്വിക് സൈൻ എന്ന് പറയുക. നെക്സ്റ്റ് ഗൂഡിൽ സൈൻ എക്സാമിന് ചോദിക്കും. എന്താണ്? സോഫ്റ്റനിങ് ഓഫ് ദ സെർവിക്സ്. മാറിപ്പോകരുത്. നമ്മൾ ഹെഗാസ് സൈൻ പറഞ്ഞെന്തായിരുന്നു? സോഫ്റ്റനിങ് ഓഫ് ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. ഗൂഡിൽ സൈൻ എന്തായിരുന്നു? സോഫ്റ്റനിങ് ഓഫ് ദ സെർവിക്സിനാണ് നമ്മൾ ഗൂഡിൽ സൈൻ എന്ന് പറയുക. എപ്പോഴാണ് കാണുക? 6th week കേട്ടോ. 6 weeks. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ദ കമ്പോണന്റ് ഇൻ ബ്രസ്റ്റ് മിൽക്ക് ദാറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് അയൺ ടു ദ ന്യൂ ബോൺ കേട്ടോ. അതായത് കുഞ്ഞിന് അയൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ് ബ്രസ്റ്റ് മിൽക്കിലുള്ള? ഓപ്ഷൻ എ കേസീൻ, ബി ലാക്ടോഫെറിൻ, ഓപ്ഷൻ സി ആൽബുമിൻ, ഓപ്ഷൻ ഡി ട്രാൻസ്ഫെറിൻ. പറഞ്ഞോളൂ. യെസ്, ദിവ്യ ബി പറയുന്നുണ്ട്, നൗഫിയ ബി പറയുന്നുണ്ട്, വന്ദന ബി പറയുന്നുണ്ട്, സാലിന ബി പറയുന്നുണ്ട്, കാർത്തിക ബി പറയുന്നുണ്ട്, അപർണ ബി പറയുന്നുണ്ട്, മീര ബി പറയുന്നുണ്ട്.
യെസ് യെസ് പറഞ്ഞോളൂ. ആൻസേഴ്സ് പോരട്ടെ. യെസ്, ബ്രസ്റ്റ് മിൽക്കില് അയൺ കണ്ടന്റ് കേട്ടോ. യെസ്, അയൺ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പൗണ്ട് എന്താണ്? ഷെറിൻ ബി പറയുന്നുണ്ട്, അശ്വതി ബി പറയുന്നുണ്ട്, ജിജി ബി പറയുന്നുണ്ട്, കാർത്തു ബി പറയുന്നുണ്ട്, യെസ് മഞ്ജു ബി പറയുന്നുണ്ട്, കാവ്യ ബി പറയുന്നുണ്ട്, സോണിയ എ പറയുന്നുണ്ട്, ബീന ബി പറയുന്നുണ്ട്, സ്നേഹ ബി പറയുന്നുണ്ട്, ജിഷ ബി പറയുന്നുണ്ട്, അനുമോൾ ബി പറയുന്നുണ്ട്, യെസ് കീർത്തന ബി പറയുന്നുണ്ട്, യെസ് വെരി ഗുഡ്, ലിഷ ബി പറയുന്നുണ്ട്, സജിത ഷിൻസി ഒക്കെ ബി പറയുന്നുണ്ട്, ബബിത ബി പറയുന്നുണ്ട്, യെസ് രജീഷ് ഡി പറയുന്നുണ്ട്. രജീഷ് ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ. രജീഷ് യെസ്, ദിവ്യ ബി പറയുന്നുണ്ട്, യെസ് ഷിനി ബി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ എന്താണ്? അയണ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലാക്ടോഫെറിൻ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ലാക്ടോഫെറിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, പ്രൊസീജിയർ ടു ചേഞ്ച് ദ ഫീറ്റൽ ലൈറ്റ് to a favorable pole after 36 weeks. 36 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, 36 ആഴ്ച കഴിയുമ്പോൾ അറിയാമല്ലോ, 36 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ ഫീറ്റൽ ലൈ, നമ്മൾ ലൈ കണ്ടു അല്ലെ, ഫീറ്റൽ ലൈ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ എ ഇൻഡക്ഷൻ, ഓപ്ഷൻ ബി വേർഷൻ, ഓപ്ഷൻ സി ഫോർസെപ്സ് ഡെലിവറി, ഓപ്ഷൻ ഡി സിസേറിയൻ സെക്ഷൻ. അപ്പൊ ഏതാ ചെയ്യുക? യെസ്, ശ്രുതിക ബി പറയുന്നുണ്ട്, സരിത ബി പറയുന്നുണ്ട്, മീര ഡി പറയുന്നുണ്ട്, ദിവ്യ ബി പറയുന്നുണ്ട്, അശ്വതി ബി പറയുന്നുണ്ട്, ലക്ഷ്മി വിജയൻ ബി പറയുന്നുണ്ട്, ജീന ബി പറയുന്നുണ്ട്, ഷിന്ദ ബി പറയുന്നുണ്ട്, അഞ്ജന ബി പറയുന്നുണ്ട്, അമൃത ബി പറയുന്നുണ്ട്, ജിഷ ബി പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി, അഞ്ജു, കുഞ്ഞാറ്റ, അനു, അശ്വതി, അനക, അഞ്ജന, നിസിരാജ് ഒക്കെ ബി പറയുന്നുണ്ട്. വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? പാർവതി ബി പറയുന്നുണ്ട്, വന്ന് എല്ലാവരും ബി ആ പറയുന്നത്. വെരി ഗുഡ്. സോ ഇവിടെ ആക്ച്വലി എന്താ ആൻസർ വരിക? വേർഷൻ കേട്ടോ. വേർഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി വേർഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്യൂപ്പേറിയം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഏരിയാസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. പ്യൂപ്പേറിയം ലാസ്റ്റ് അപ് ടു ഹൗ മെനി വീക്സ് ഫോളോയിങ് ചൈൽഡ് ബർത്ത് കേട്ടോ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എത്ര ആഴ്ചയായിരിക്കും നമ്മൾ പ്യൂർപേറിയം എന്ന് പറയുക കേട്ടോ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എത്ര ആഴ്ച ആകുമ്പോഴാണ് നമ്മൾ പ്യൂർപേറിയം എന്ന് പറയുക? ഓപ്ഷൻ എ 4 weeks, ബി 5 weeks, സി 6 weeks, ഓപ്ഷൻ ഡി 8 weeks. യെസ്, ആൻസേഴ്സ് പോരട്ടെ. യെസ്, നീതു സി പറയുന്നുണ്ട്, അനാമിക സി പറയുന്നുണ്ട്, യെസ് ആർച്ച സി പറയുന്നുണ്ട്, ഷിജിത ബി പറയുന്നുണ്ട്, യെസ് സൗമ്യ സി പറയുന്നുണ്ട്, ഡിക്സൺ സി പറയുന്നുണ്ട്, ബബിത സി പറയുന്നുണ്ട്, ദിവ്യ സി പറയുന്നുണ്ട്, യെസ് നിധി സി പറയുന്നുണ്ട്, മോനിഷ സി പറയുന്നുണ്ട്, അനിഷ സി പറയുന്നുണ്ട്, റീന ബി പറയുന്നുണ്ട്, ചിൻസി സി പറയുന്നുണ്ട്, യെസ് ചിഞ്ചു സി പറയുന്നുണ്ട്, യെസ് എനിക്ക് വായിക്കാൻ പറ്റില്ല, സന സി പറയുന്നുണ്ട്, അൻസി സി പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി, യെസ് ലിജു സി പറയുന്നുണ്ട്. ഒത്തിരി ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ, എനിക്ക് എല്ലാ പേരും വായിക്കാൻ പറ്റാത്തത്. യെസ് വെരി ഗുഡ്. ലിഷ സി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ. പ്യൂർപേറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആഴ്ച വരെയുള്ള സമയത്തിനാണ് നമ്മൾ എന്ത് പറയുക? പ്യൂർപേറിയം എന്ന് പറയുക അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 ആഴ്ച വരെയുള്ള ടൈമിനാണ് നമ്മൾ പ്യൂർപേറിയം എന്ന് പറയുക. ഇത് അടുത്ത വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ, ചോദിക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ആസിഡ് ബേസ് ഇംബാലൻസ് കോമൺലി സീൻ ഇൻ പ്രഗ്നൻസീസ്. ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് നമ്മൾ പ്രഗ്നൻസിയിൽ കാണുക കേട്ടോ? പ്രഗ്നൻസിയിലാണ്. ഓപ്ഷൻ എ മെറ്റബോളിക് ആസിഡോസിസ്, ബി മെറ്റബോളിക് ആൽക്കലോസിസ്, സി റെസ്പിറേറ്ററി ആസിഡോസിസ്, ഡി റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് നമ്മൾ പ്രഗ്നൻസിയിൽ കാണുക? യെസ്, ആൽവിൻ സി പറയുന്നുണ്ട്, പ്രകാശ് മെറ്റബോളിക് ആസിഡോസിസ്, അനീഷ സി, അശ്വതി സി, മീര സി, ആർച്ച ബി, ദിവ്യ സി, ഷെറിൻ ബി, ബിൻസി സി, കാർത്തിക സി, ജിഷ ബി. നന്നായിട്ട് നോക്കി, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസ് വായിച്ച് ആൻസർ പറയണം കേട്ടോ. ക്യൂൻ എസ്, ആൻസി ബി, ശ്രീലക്ഷ്മി ബി, പാർവതി സി, മഞ്ജു ബി, സജിത എ, ഷെറിൻ ബി, നീതു ബി, ശാന്തില എ, then ഷിൻസി ബി, എസ് അനിഷ എ, സോണിയ എ, അനാമിക എ, നൗഫിയ സി, മോനിഷ ബി, പ്രസീന എ, ദിവ്യ ബി, സജിത. ഞാൻ കറക്റ്റ് ആൻസറിന് വേണ്ടി കേട്ടോ നോക്കുന്നത്. എനിക്ക് ആരും കറക്റ്റ് ആൻസർ പറഞ്ഞു കിട്ടുന്നില്ല. ലിറ്റി സി, അമല എ, യെസ് സന എ, സോബി സി, നൗഫിയ സി, ബീന സി, അഞ്ജലി എ. ആരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഹിന്റ് ഒക്കെ തരുന്നുണ്ട്. ദേവു ബി,
മെറ്റബോളിക് ആൽക്കലോസിസ്. ഒരാൾ പറയും സൂര്യ. യെസ്, വെരി ഗുഡ് സൂര്യ. എന്താണ് ഇവിടെ മെറ്റബോളിക് ആൽക്കലോസിസ് അവർ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് ഓർത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. കാരണം എന്താണ്, ഇത് ഒത്തിരി പിള്ളേർ തെറ്റിക്കും കേട്ടോ. ഒട്ടുമിക്ക പിള്ളേർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കും. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. ഇവിടെ ആക്ച്വലി ആസിഡ് ബേസ് ഇംബാലൻസ് കോമൺലി സീൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ്. എന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി പ്രഗ്നൻസിയിൽ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു കേട്ടോ. പ്രഗ്നൻസി വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു കേട്ടോ. അപ്പൊ റെസ്പിറേറ്ററി റേറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റെസ്പിറേറ്ററി റേറ്റ് അല്ല, ഒമിറ്റിംഗ് അല്ല കേട്ടോ പ്രശ്നം. ഒമിറ്റിംഗ് അല്ല ഇവിടുത്തെ ഇഷ്യൂ. പ്രഗ്നൻസിയിൽ ആക്ച്വലി റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു. റെസ്പിറേറ്ററി റേറ്റ് കൂടുമ്പോൾ എന്താ ചെയ്യുക, നമ്മള് CO2 അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കൂടുതലായിട്ട് പുറത്തേക്ക് കളയുന്നു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് സൗമ്യ പറഞ്ഞു അല്ലേ, പക്ഷെ ഞാൻ കണ്ടില്ല സൗമ്യ, സോറി കേട്ടോ. അപ്പം എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് നമ്മൾ റെസ്പിറേറ്ററി റൂട്ട് വഴി പുറത്തേക്ക് കളയുന്നു അല്ലെ. സോ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത് കൊണ്ടാണ് എന്ത് ചേഞ്ച് എന്ന് പറയുക, റെസ്പിറേറ്ററി ചേഞ്ച് എന്ന് പറയുക. സോ CO2 എന്ന് പറയുന്നത് ഒരു ആസിഡ് കമ്പോണന്റ് ആണ്. ആസിഡ് കമ്പോണന്റ്, യെസ് ഞാനും പറഞ്ഞു, ഷൈനിയും പറഞ്ഞു, ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. അപ്പം CO2 പുറത്തേക്ക് പോകുന്നു, റെസ്പിറേറ്ററി ചേഞ്ച്. പിന്നെ CO2 ഒരു ആസിഡിക് കമ്പോണന്റ് ആണ്. അപ്പൊ ആസിഡ് ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രഗ്നൻസിയിൽ എന്ത് ആസിഡ് ബേസ് ഇംബാലൻസ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് കേട്ടോ. റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ തേർഡ് ലിയോപോൾഡ് ഗ്രിപ്പ് ഈസ് ഓൾസോ നോൺ ആസ്. തേർഡ് ലിയോപോൾഡ് ഗ്രിപ്പിനെ എന്ത് പറയും? ഓപ്ഷൻ എ ഫസ്റ്റ് ഗ്രിപ്പ്, ഓപ്ഷൻ ബി സെക്കൻഡ് ഗ്രിപ്പ്, ഓപ്ഷൻ സി പോളിഗ്രിപ്പ്, ഓപ്ഷൻ ഡി പെൽവിക് ഗ്രിപ്പ്. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? തേർഡ് ലിയോപോൾഡ് ഗ്രിപ്പിന് വേറെ പേരെന്താണ്? ഓപ്ഷൻ എ ഫസ്റ്റ് ഗ്രിപ്പ്, ബി സെക്കൻഡ് ഗ്രിപ്പ്, ഓപ്ഷൻ സി പോളിഗ്രിപ്പ്, ഓപ്ഷൻ ഡി പെൽവിക് ഗ്രിപ്പ്. യെസ്, സബിത ബി പറയുന്നുണ്ട്, മഞ്ജു ഡി പറയുന്നുണ്ട്, ഷാഹിന ബി പറയുന്നുണ്ട്, സുജ എ പറയുന്നുണ്ട്, കാർത്തു ബി പറയുന്നുണ്ട്, ശരണ്യ സി പറയുന്നുണ്ട്, സിബിത സി പറയുന്നുണ്ട്, ഇവാഞ്ചൽ സി പറയുന്നുണ്ട്, അശ്വതി സി പറയുന്നുണ്ട്, അഞ്ജു സി പറയുന്നുണ്ട്, അശ്വതി ഉമേഷ് ഡി പറയുന്നുണ്ട്, സബിത ബി പറയുന്നുണ്ട്, എപ്പിക് ഓഫ് ഡോട്ടർ സ്റ്റോറി സി പറയുന്നുണ്ട്, അഖിൽ സി പറയുന്നുണ്ട്, സൗമ്യ സി പറയുന്നുണ്ട്, ബബിത സി പറയുന്നുണ്ട്, രമ്യ എ പറയുന്നുണ്ട്, നിസിരാജ് സി പറയുന്നുണ്ട്, ജിജി സി പറയുന്നുണ്ട്, സാനു സി പറയുന്നുണ്ട്, യെസ് ഒത്തിരി പേര് സി പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി സി പറയുന്നുണ്ട്, യെസ് രജീഷ് സി പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. സോ എന്താണ് തേർഡ് ലിയോപോൾഡ് മെലിനെ നമ്മൾ എന്ത് പറയും? തേർഡ് ലിയോപോൾഡ് മെലിനെ നമ്മള് പോളിഗ്രിപ്പ് എന്ന് പറയും കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. യെസ്, എന്തുകൊണ്ടാണ് ഇതിനെ പോളിഗ്രിപ്പ് എന്ന് പറയുക? പോളിഗ്രിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? യെസ്, സോ തേർഡ് ലിയോപോൾഡ് ഗ്രിപ്പിൻ മാനുവറിനെ നമ്മൾ എന്ത് പറയും? പോളിഗ്രിപ്പ് എന്ന് പറയും. ഇത് എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? ഇസ് പെർഫോം ടു ഡിറ്റർമിൻ ദ പ്രസന്റിംഗ് പാർട്ട് ഓഫ് ദ ഫീറ്റസ്. നമ്മൾ പ്രസന്റേഷൻ പറഞ്ഞോ, പ്രസന്റിംഗ് പാർട്ട് പറഞ്ഞു അല്ലെ. സോ ഈ പ്രസന്റിംഗ് പാർട്ട് ഏതാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പോളിഗ്രിപ്പ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് എൻഗേജ്മെന്റ് ടു ദ പെൽവിസ് കേട്ടോ. അപ്പം അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇതും ചോദിക്കേ പോളിഗ്രിപ്പ് എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ എക്സാമിന്. അപ്പം ഒന്ന് പ്രസന്റിംഗ് പാർട്ട് മനസ്സിലാക്കാൻ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുക അല്ലെ. പോളിഗ്രിപ്പ് നമ്മൾ ഇങ്ങനെ നോക്കുക അല്ലെ, ഇങ്ങനെ നോക്കുക. അപ്പം എന്താ സംഭവം? പ്രസന്റിംഗ് പാർട്ട്, ഒന്നാമത്തെ കാര്യം പ്രസന്റിംഗ് പാർട്ട് ഏതാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് എന്തായിരുന്നു? കുഞ്ഞിന്റെ എന്തായിരുന്നു? എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്താ ചെയ്യുക? പോളിഗ്രിപ്പ് ചെയ്യുക. സൂര്യ വെയിൻ പറയുന്നുണ്ട് എൻഗേജ്മെന്റ്. സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കാവല്ലോ അല്ലെ? സൗമ്യ സൗണ്ട് കുറവാന്ന് നോ സൗണ്ട് പറയുന്നുണ്ട്, കേൾക്കാവല്ലോ? യെസ്. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. Gelatinous substance surrounding the umbilical cord കേട്ടോ. Gelatinous substance surrounding the umbilical cord. Option A Wernicke's gaseosa, B Wharton's jelly, Option C chorionic villi, Option D amniotic fluid. ഇതിൽ ഏതാണ് gelatinous substance that surrounding the umbilical cord? Yes, option ചിഞ്ചു വാട്ടൻസ് ജെല്ലി പറയുന്നുണ്ട്, അഞ്ജു ബി പറയുന്നു, ഇവാഞ്ചൽ, അക്ഷയ, ചിഞ്ചു, കാവ്യ, അശ്വതി, ആര്യ, ബ്ലസ്സി, വത്സു ഒക്കെ ബി പറയുന്നുണ്ട്. വെരി ഗുഡ്, എല്ലാം കറക്റ്റ് ആൻസർ ആയിട്ടോ പറഞ്ഞേക്കുന്നത്. എന്താണ്? വാട്ടൻസ് ജെല്ലി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? വാട്ടൻസ് ജെല്ലി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. യെസ്, വാട്ടൻസ് ജെല്ലി. അപ്പൊ വേർണിക്സ് ഗാസിയോസ എന്താണ് വേർണിക്സ് ഗാസിയോസ? വാട്ട് ഈസ് വേർണിക്സ് ഗാസിയോസ? എന്താണ് വേർണിക്സ് ഗാസിയോസ? യെസ്, നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഒരു പേസ്റ്റ് പോലെയുള്ള സംഭവം അല്ലെ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക? വേർണിക്സ് ഗാസിയോസ എന്ന് പറയുക. സോ വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കാർ ടിഷ്യൂ ഫോർമേഷൻ ഇൻ ദ യൂട്രസ്. യൂട്രസിലുള്ള സ്കാർ ടിഷ്യൂ ഫോർമേഷൻ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ അഷർമാൻ സിൻഡ്രോം, ഓപ്ഷൻ ബി മേയർ റോക്കിൻസ്കൈ സിൻഡ്രോം, ഓപ്ഷൻ സി ഷീഹാൻ സിൻഡ്രോം, ഓപ്ഷൻ ഡി ടേർണർ സിൻഡ്രോം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സ്കാർ ടിഷ്യൂ ഫോർമേഷൻ ഇൻ ദ യൂട്രസ് ഇസ് കോൾഡ്
Yes, kunyata, white substance surrounding the fetus. Yes, very good. So next question, എന്താണ് correct answer? Scar tissue formation in the uterus. Yes, Lakshmi Vijayan A പറയുന്നുണ്ട്, പാർവതി സി പറയുന്നുണ്ട്, സിനി ബി പറയുന്നുണ്ട്, സൂര്യ എ പറയുന്നുണ്ട്, നിത്യ എ പറയുന്നുണ്ട്, റീന എ പറയുന്നുണ്ട്, ലിറ്റി ഡി പറയുന്നുണ്ട്, ഷിജില എ പറയുന്നുണ്ട്, അമല എ പറയുന്നുണ്ട്, അശ്വതി എ പറയുന്നുണ്ട്, ബബിത എ പറയുന്നുണ്ട്. യെസ്, സൂര്യ അഷർമാൻ സിൻഡ്രോം എന്ന് തന്നെ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ദെൻ മഴമുകിൽ എ പറയുന്നുണ്ട്, പ്രസന്ന ഫീറ്റസ്. യെസ്, ലക്ഷ്മി ശ്രീകാന്ത് എ പറയുന്നുണ്ട്, ശരണ്യ എ പറയുന്നുണ്ട്. യെസ്, സൂര്യാബേൻ വീണ്ടും അഷർമാൻ സിൻഡ്രോം പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സ്കാർ ടിഷ്യൂ ഫോർമേഷൻ നമ്മൾ എന്താ പറയുക? അഷർമാൻ സിൻഡ്രോം കേട്ടോ. അഷർമാൻ സിൻഡ്രോം ആണ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം, ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കിപ്പോ കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും കേട്ടോ. ഇങ്ങനെയുള്ള വേർഡ്സ്, അതായത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ എക്സാമിന് ഭയങ്കര ഇഷ്ടമാണ്. മേയർ റോക്കിൻസ്കൈ സിൻഡ്രോം കേട്ടോ. മേയർ റോക്കിൻസ്കൈ സിൻഡ്രോം എന്താണ്? കൺജനൈറ്റൽ ആബ്സെൻസ് ഓഫ് ദ യൂട്രസ് ആൻഡ് അപ്പർ വജൈന. അത് ആക്ച്വലി ഒരു കൺജനൈറ്റൽ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ ആണ്. അവിടെ യൂട്രസും അപ്പർ വജൈനയും ആബ്സെന്റ് ആയിരിക്കും. എന്താ റീസൺ? മുള്ളേറിയൻ എജനസിസ്. ഇമ്പോർട്ടന്റ് ആണ്. മുള്ളേറിയൻ എജനസിസ് എന്താ? മുള്ളേറിയൻ ഡക്ട് എന്താണ്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? മുള്ളേറിയൻ ഡക്ട് എന്ന് പറയുക. ഫീമെയിൽസില്. മെയിൽസിൽ എന്താ? ഒന്ന് കമന്റ് ചെയ്യാവോ? മെയിൽസില് ഉൾഫിയൻ ഡക്ട് അല്ലെ? മെയിൽസിൽ എന്താണ്? ഉൾഫിയൻ ഡക്ട് ഇമ്പോർട്ടന്റ് ആണ്. മെയിൽസിലെ ഉൾഫിയൻ ഡക്ട് കേട്ടോ. മെയിൽസിലെ ഉൾഫിയൻ ഡക്ട് ആണ്. സോ അതിനെയാണ് നമ്മൾ എന്താ മേയർ റോക്കിൻസ്കൈ സിൻഡ്രോം എന്ന് പറയുക. ഇവിടെ മുള്ളേറിയൻ എജനസിസ് കാരണം കൺജനൈറ്റൽ ആബ്സെൻസ് ഓഫ് യൂട്രസ് ആൻഡ് അപ്പർ വജൈനയാണ് മേയർ റോക്കിൻസ്കൈ സിൻഡ്രോം എന്ന് പറയുക. ദെൻ ഷീഹാൻ സിൻഡ്രോം എന്താണ്? പോസ്റ്റ് പാർട്ടം പിറ്റ്യൂട്ടറി നെക്രോസിസ് കേട്ടോ. പോസ്റ്റ് പാർട്ടം പിറ്റ്യൂട്ടറി നെക്രോസിസ് ആണ് ലീഡിംഗ് ടു ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഡ്യൂ ടു സിവിയർ ബ്ലഡ് ലോസ് ഡ്യൂറിംഗ് ചൈൽഡ് ബർത്ത്. അതായത് PPH ഇനി ചോദിക്കുക, ഇത് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. സൂര്യാബെനിസ് ഉൾഫിയനസ്, അഞ്ചു ഉൾഫിയനസ്. വെരി ഗുഡ്. സോ ഇനി ഇങ്ങനെ ആയിരിക്കും ചോദിക്കാം, PPH കാരണം ഉണ്ടാകുന്ന സിൻഡ്രോം എന്താണ്? PPH കാരണം ഉണ്ടാകുന്ന സിൻഡ്രോം ആണ് ഷീഹാൻ സിൻഡ്രോം കേട്ടോ. ഷീഹാൻ സിൻഡ്രോം. നെക്സ്റ്റ് ടേണർ സിൻഡ്രോം എന്താണ്? ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇവിടെ ആക്ച്വലി ക്രോമസോം എന്താണ്? 45X അല്ലെങ്കിൽ 45X0 ആണ് ടേണർ സിൻഡ്രോമിൽ വരിക. ഫീമെയിൽസിലാണ് ഡിസീസ് വരിക അല്ലെ, കോസിംഗ് ഒവേറിയൻ ഡിസ്ജെനസിസ്. കൂടാതെ ഷോർട്ട് സ്റ്റേച്ചർ, കുഞ്ഞിന്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കും. സൗമ്യ ഉൾഫിയൻ പറയുന്നുണ്ട്, വിപിത ഉൾഫിയൻ. യെസ്, വെരി ഗുഡ്. അമൃത ഉൾഫിയൻ. യെസ്, വെരി ഗുഡ്. നിധി, യെസ്, ഉൾഫിയൻ. യെസ്. അപ്പം ഈ ടേണർ സിൻഡ്രോം വരുമ്പോഴത്തേക്ക് എന്താ? അവിടെ കുഞ്ഞിന് ഷോർട്ട് സ്റ്റേച്ചർ വരും, കൂടാതെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ കേട്ടോ. പ്രീമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ ഇസ് ടേം. ഓപ്ഷൻ എ പ്ലാസന്റ പ്രീവിയ, ഓപ്ഷൻ ബി പ്ലാസന്റൽ അബ്രപ്ഷൻ, ഓപ്ഷൻ സി വെലമെന്റസ് പ്ലാസന്റ, ഓപ്ഷൻ ഡി പ്ലാസന്റ അക്രീറ്റ. ഇതിൽ ഏതാണ് പ്രീമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ? യെസ്, ബീന ബി പറയുന്നുണ്ട്. യെസ്, കാവ്യ എ, ലക്ഷ്മി ബി, ദക്ഷിണ എ, ചിഞ്ചു ബി, യെസ്, അമല ബി, അഞ്ജന ബി, അഞ്ജലി ബി, യെസ്, മഞ്ജു ബി, ആര്യ ബി, അശ്വതി ബി, യെസ്, ലക്ഷ്മി ശ്രീകാന്ത് ബി, ഷൈജു ബി, യെസ്, ലിജു ബി, യെസ്, വെരി ഗുഡ്. ആമോസ് ബി. ഒത്തിരി പേര് ബി പറയുന്നുണ്ടല്ലോ. സോ ഇവിടെ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് പ്ലാസന്റ അബ്രപ്ഷൻ അല്ലെങ്കിൽ അബ്രപ്ഷ്യോ പ്ലാസന്റ ആണ് പ്രീമച്വർ സെപ്പറേഷൻ നമ്മൾ പറയുക അല്ലെ. സോ എന്താണ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക? പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലയിങ് പ്ലാസന്റ ആണ് നമ്മൾ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. ലോ ലയിങ് പ്ലാസന്റ ആണ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. എന്താണ് പ്ലാസന്റ അക്രീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് പ്ലാസന്റ അക്രീറ്റ? ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസന്റ അക്രീറ്റ, പ്ലാസന്റ ഇൻക്രീറ്റ, പ്ലാസന്റ പെർക്രീറ്റ. അറിയില്ലെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോട്ടെ. പ്ലാസന്റ അക്രീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസന്റ മയോമെട്രിയമായിട്ട്, യൂട്രൈൻ മയോമെട്രിയമായിട്ട് പ്ലാസന്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പ്ലാസന്റ അക്രീറ്റ കേട്ടോ. പ്ലാസന്റ അക്രീറ്റ എന്ന് പറയുക. ഇൻക്രീറ്റ പെർക്രീറ്റ ഞാൻ പറയുന്നില്ല, എഴുതി വെച്ച് പഠിച്ചോട്ടെ. സോ നെക്സ്റ്റ്, അസിമെട്രിക് യൂട്രൈൻ എൻലാർജ്മെന്റ് വിത്ത് ലാറ്ററൽ ഇംപ്ലാന്റേഷൻ കേട്ടോ. ലാറ്ററൽ ഇംപ്ലാന്റേഷൻ കാരണം അസിമെട്രിക് യൂട്രൈൻ എൻലാർജ്മെന്റ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ സൈൻ ഏതാണ്? ഓപ്ഷൻ എ ചാഡ്വിക് സൈൻ, ബി പിസ്കാക്കി സൈൻ, സി ഹഗാസ് സൈൻ, ഡി ഓസിയാൻഡർ സൈൻ. യെസ്, പറഞ്ഞോളൂ ആൻസേഴ്സ് പോരട്ടെ. യെസ്, ആൽവിൻ ബി, വിജിത ബി, യെസ്, ഷാഫി, ജിസ്ന ബി, യെസ്, കാവ്യ ബി, യെസ്, നീന ബി,
യെസ്, അശ്വതി ബി, പാർവതി ബി, ആര്യ ബി, അഞ്ജലി ബി, നീതു ബി, അഞ്ജന ബി, യെസ്, ആൻസി ബി, യെസ് യെസ്, ജിജി ബി, യെസ്, വെരി ഗുഡ്. സോ ഇവിടെ എന്താണ് അസിമെട്രിക് യൂട്രൽ എൻലാർജ്മെന്റ് പറയുന്ന പേരെന്താണ്? പിസ്കാക്കി സൈൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. നോർമലി ഇംപ്ലാന്റേഷൻ എവിടെ നടക്കുക? നോർമലി ഇംപ്ലാന്റേഷൻ നടക്കുക എവിടെയാണ്? നമ്മുടെ യൂട്രൈൻ ഫണ്ടസിലാണ്, അല്ലെങ്കിൽ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് യൂട്രൈൻ ഫണ്ടസിലാണ് സാധാരണ ഇംപ്ലാന്റേഷൻ നടക്കുക. ഇവിടെ എന്താണ്? ലാറ്ററൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴത്തേക്കാണ് പിസ്കാക്കി സൈൻ കാണാനായിട്ട് കിട്ടുക. നെക്സ്റ്റ്, ആർബിട്രറി ബോണി പോയിന്റ് ഓൺ ദ presenting fetal part that relates to the maternal pelvis quadrant. കേട്ടോ, arbitrary bony point on the presenting fetal part that relates to the maternal pelvis quadrant is option A attitude, option B lie, option C presentation, option D denominator. Answers പോരട്ടെ. ശരണ്യ ചിഞ്ചു D. Yes, Surya main posterior part is very good. Ashwati B, Rashmi B, yes. ആംബുള്ളൽ ആക്ച്വലി ഫ്യൂഷൻ ആണ് നടക്കുക കേട്ടോ. ആംബുള്ള ഫലോപ്പിയൻ ട്യൂബ് സാധാരണ ഫ്യൂഷൻ ആണ് നടക്കുക. യെസ്, ഡിനോമിനേറ്റർ ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. എസ് സമല ഡി പറയുന്നുണ്ട്. യെസ്, ഷാഫി ഡി പറയുന്നുണ്ട്. സജിത ലൈ പറയുന്നുണ്ട്. സജിത അത് ലൈ ആട്ടോ, അത് കള്ളമാണ്. രേഷ്മ ഡി പറയുന്നുണ്ട്. അമൃത ഡി പറയുന്നുണ്ട്. ദേവു ബി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്താണ്? ആർബിട്രറി ബോഡി പോയിന്റ് ആണ്. ബോഡി പോയിന്റ് ഉണ്ട് പ്രസന്റിംഗ് പാർട്ട് ദാറ്റ് റിലേറ്റ്സ് ടു ദ മെറ്റേണൽ പെൽവിസിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ ഡി അല്ലേ, ഡിനോമിനേറ്റർ. നമ്മൾ പറഞ്ഞു അല്ലേ, കുറച്ച് പേരൊക്കെ തെറ്റി ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ഡിനോമിനേറ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വേറൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫണ്ടൽ ഡോമിനൻസ് കേട്ടോ, ഫണ്ടൽ ഡോമിനൻസ് ബാഗ് ഓഫ് വാട്ടർ ഫോർമേഷൻ കേട്ടോ. ഫണ്ടൽ ഡോമിനൻസ് ബാഗ് ഓഫ് വാട്ടർ ഫോർമേഷൻ ആൻഡ് റിട്രാക്ഷൻ റിംഗ് ഫോർമേഷൻ ഒക്കർ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ലേബർ കേട്ടോ. ഏത് ലേബറിന്റെ ഏത് സ്റ്റേജിലാണ് ഫണ്ടൽ ഡോമിനൻസ് ബാഗ് ഓഫ് വാട്ടർ ഫോർമേഷൻ റിട്രാക്ഷൻ റിംഗ് ഫോർമേഷൻ നടക്കുക? ഓപ്ഷൻ എ ഫസ്റ്റ് സ്റ്റേജ്, ബി സെക്കൻഡ് സ്റ്റേജ്, ഓപ്ഷൻ സി തേർഡ് സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോർത്ത് സ്റ്റേജ്. ഏത് സ്റ്റേജിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുക? യെസ്, ഇർഫാന സെക്കൻഡ് സ്റ്റേജ്, ഫർസാന എ, നൗഫിയ എ, ജിസ്ന എ, ശ്യാമിലി ഡി, കാവ്യ ബി, അമല ബി, അല്ലി ആമ്പൽ ബി, അഞ്ജന ഡി, അശ്വതി എ, അനു ബി, അഞ്ജന എ, പാർവതി എ. മിക്സപ്പ് ഓഫ് എന്താ ഓപ്ഷൻസ് ആട്ടോ കേട്ടോ. നീതു എ, ലക്ഷ്മി ശ്രീകാന്ത് എ, ജിസ്ന എ, യെസ് പോരട്ടെ. കെവിൻ ബി, അന്നു എ, യെസ്, ഷിൻസി എ, ഷൈനി എ, യെസ്, അനിഷ ബി. എവിടെയാണ് ഈ ഫണ്ടൽ ഡോമിനൻസ് ബാഗ് ഓഫ് വാട്ടർ നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? ഏത് സ്റ്റേജിലാണ് കേട്ടിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേജിലല്ലേ ഇതൊക്കെ കേട്ടിട്ടുള്ളത്? ബാഗ് ഓഫ് വാട്ടർ ഫോർമേഷൻ ഒക്കെ അല്ലെ, ഫസ്റ്റ് സ്റ്റേജിലാണ് ഈ ഫണ്ടൽ ഡോമിനൻസ് ബാഗ് ഓഫ് വാട്ടർ ഫോർമേഷൻ റിട്രാക്ഷൻ റിംഗ് ഫോർമേഷൻ ഒക്കെ നടക്കുക. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫുൾ ഡയലേഷൻ ഓഫ് സെർവിക്സ് അല്ലെ, സെർവിക്സിന്റെ ഫുൾ ഡയലേഷൻ, കൂടാതെ എന്താ ഡയലേഷൻ, പിന്നെ കൂടാതെ നമ്മുടെ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ബർത്ത് ഓഫ് ദ ബേബി അല്ലെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുക. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ട്രൂ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫുൾ ഡയലേഷൻ ഓഫ് സെർവിക്സ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ വരിക അല്ലെ. തേർഡ് സ്റ്റേജ് എന്താണ്? തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡെലിവറി ഓഫ് പ്ലാസന്റ അല്ലെ. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡെലിവറി ഓഫ് പ്ലാസന്റ ആണ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 1 to 2 hours അല്ലെ, 1 to 2 hours ഫോളോയിങ് ഡെലിവറി ഓഫ് പ്ലാസന്റ. പ്ലാസന്റ വന്നു കഴിഞ്ഞ് 1 മുതൽ 2 മണിക്കൂർ വരെയുള്ള സമയത്താണ് നമ്മൾ എന്ത് പറയുക? ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുക അല്ലെ. സോ ഇതാണ് സ്റ്റേജസ് ഓഫ് ലേബർ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സ്വീച്ചർ ദാറ്റ് സെപ്പറേറ്റ് ദ ഓക്സിപിറ്റൽ ബോൺ ഫ്രം ദ ടു പരേറ്റൽ ബോൺ. ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അതായത് സ്വീച്ചർ ദാറ്റ് സെപ്പറേറ്റ്സ് ദ occipital bone from the two parietal bone. Option A sagittal suture, B lambdoid suture, option C coronal suture, option D frontal suture. ഏതാണ് ഏത് suture ആണ് ഈ occipital ബോണിനെ രണ്ട് parietal ബോണുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്? യെസ്, നിത്യ, അമല, ഇർഫാന, ചിഞ്ചു, വിജിത, അഞ്ജു ഒക്കെ ബി പറയുന്നുണ്ട്. രജീഷ് ബി പറയുന്നുണ്ട്. കാവ്യ ബി പറയുന്നുണ്ട്. ലാംഡോഡ് സൂച്ചർ പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? 1-2 പേര് സി ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി ലാംഡോഡ് സൂച്ചർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ലാംഡോഡ് സൂച്ചർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യെസ്, അപ്പൊ നമുക്ക് നോക്കാം.
നമ്മുടെ സ്വീച്ചേഴ്സ് നോക്കാം. യെസ്, ഇതാണ് ഒരു കുഞ്ഞിന്റെ സ്വീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. ഇതാണ് ഫ്രണ്ടൽ സ്വീച്ചർ. നമ്മുടെ ഫ്രണ്ടൽ ബോണിന് ഇടയ്ക്കുള്ള സ്വീച്ചർ ആണ് എന്താ ഫ്രണ്ടൽ സ്വീച്ചർ എന്ന് പറയുക. ഇതിന് വേറൊരു പേരുണ്ട്. എന്താണ് വേറൊരു പേര്? ഈ ഫ്രണ്ടൽ സ്വീച്ചറിന് വേറൊരു പേര് മെക്ടോപിക് സ്വീച്ചർ അല്ലെ, മെക്ടോപിക് സ്വീച്ചർ. then കൊറോണൽ സ്വീച്ചർ എന്ന് പറയുമ്പോൾ ഇതാണ് കൊറോണൽ സ്വീച്ചർ വരിക. നമ്മുടെ ഫ്രണ്ടൽ ബോണും പെരേറ്റൽ ബോണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്താ കൊറോണൽ സ്വീച്ചർ അല്ലെ. നെക്സ്റ്റ് ഇതെന്താണ്? നമ്മുടെ ഫോണ്ടനയിലാണ്. ഇത് ആന്റീരിയർ ഫോണ്ടനയിലാണ്. ആന്റീരിയർ ഫോണ്ടനൽ ഇത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? ആന്റീരിയർ ഫോണ്ടനയില് 1.5 വയസ്സ് അല്ലെ, 1.5 വയസ്സാകുമ്പോഴാണ് ആന്റീരിയർ ഫോണ്ടനേജ് ക്ലോസ് ആവുക. ഷേപ്പ് എന്താണ്? ഡയമണ്ട് ഷേപ്പ് ആണ്. ദെൻ നമുക്ക് വരുന്നത് സജൈറ്റൽ സ്വീച്ചർ. സജൈറ്റൽ സ്വീച്ചർ എന്ന് പറഞ്ഞാല് രണ്ട് പെരേറ്റൽ ബോണിന് നടുക്കൂടെ പോകുന്ന സ്വീച്ചറിനാണ് നമ്മൾ എന്ത് പറയുക? സജൈറ്റൽ സ്വീച്ചർ എന്ന് പറയുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതായിരുന്നു ഓക്സിപിറ്റൽ ബോണും പെരേറ്റൽ ബോണും ഇതിനിടയിലുള്ള സ്വീച്ചർ ഏതായിരുന്നു? ഈ സംഭവം ഈ ലാംഡോയിഡ് സ്വീച്ചർ ആയിരുന്നു ഓക്സിപിറ്റൽ ബോണിനും നമ്മുടെ പെരേറ്റൽ ബോണിനും ഇടയ്ക്കുള്ള സ്വീച്ചർ. നമുക്ക് ഇവിടെ വേറൊരു സംഭവം വരുന്നുണ്ട്, നമ്മുടെ പോസ്റ്റീരിയർ ഫോണ്ടനൽ അല്ലെ. പോസ്റ്റീരിയർ ഫോണ്ടനൽ എന്ത് ഷേപ്പാണ്? ട്രയാങ്കുലർ ഷേപ്പാണ്. ഇത് എപ്പോഴാണ് ക്ലോസ് ആവുക? 1.5 മാസം അല്ലെ, 1.5 മാസം ആകുമ്പോഴാണ് നമ്മുടെ പോസ്റ്റീരിയർ ഫോണ്ടനേൽ ക്ലോസ് ആകുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ട് കഴിയുന്നത് കേട്ടോ. സോ നമ്മുടെ എൻഡ് ഓഫ് ദ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തോളമായി നമ്മുടെ തൊഴിൽ വാർത്തയുടെ കൂടെ വരുന്ന ഹരിശ്രീ, അതിന്റെ കൂടെ ഹരിശ്രീയിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ആയി വരികയായിരുന്നു. സോ നമുക്ക് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ആക്ച്വലി അത് നമ്മൾ ഈ ഒരു സീരീസ് മിക്കവാറും കണ്ടിന്യൂ ചെയ്യും കേട്ടോ, കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതിന്റെ ലിങ്ക്, ഇതിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. ഇനി എക്സാമിന് അധികം ദിവസം ഇല്ല, ഒരു 45 ദിവസം ഇല്ല, എനിക്ക് 42 43 ദിവസമേ ഉള്ളൂ. അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പുതിയ സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കുക. വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് ഇട്ടേക്കണം, ലാസ്റ്റ് കമന്റ് ആയിട്ട് ക്ലാസിന്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് ഇട്ടേക്കണേ. ഓക്കെ, അപ്പം താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.